എന്താണ് മാനിഫെസ്റ്റേഷൻ അഥവാ പ്രകടനം? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പ്രകടനപരത അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്രപഞ്ചത്തോട് ചോദിക്കുകയും പിന്നീടത് സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചത്തെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് പ്രകടനപരത. ഇതിനെ ആകർഷണ നിയമം എന്ന് വിളിക്കാം. അവിടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്തെങ്കിലും ആവശ്യപ്പെടുകയും വീണ്ടും വീണ്ടും അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും താമസിയാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുകയും ചെയ്യും. പ്രകടനപരതകൾ ആളുകളെ അവരുടെ ചിന്തകൾ, വികാരങ്ങൾ, ഊർജം എന്നിവ വിന്യസിക്കാനും അവയെ യാഥാർത്ഥ്യമാക്കി മാറ്റാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാനിഫെസ്റ്റേഷൻസ് പലതരത്തിലാണ് ചെയ്യുന്നത്. അവ ഓരോന്നും ആളുകളെ അവരുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും കുറച്ചുകൂടി അടുപ്പിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പ്രകടിപ്പിക്കാൻ ഇരിക്കുമ്പോഴോ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് അവ്യക്തമായ അഭ്യർത്ഥനകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന നേരിട്ടുള്ളതും കൃത്യവുമായ ഫലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അല്പം അടുക്കുന്നു. നിങ്ങൾ യാത്ര തുടരുമ്പോൾ ദൃശ്യവൽക്കരണം, ഉപബോധ മനസ്സുകൾ, സ്ഥിരീകരണങ്ങൾ എന്നിവയെക്കുറിച്ചും അതിലേറെ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിക്കുന്നു. ഇവയെല്ലാം ഒത്തുചേരുകയും നിങ്ങൾ ശരിയായ ദിശയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിൽ എത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. എന്താണ് മിറർ മാനിഫെസ്റ്റേഷൻ? ഇപ്പോൾ വ്യത്യസ്ത തരം പ്രകടനങ്ങളുണ്ട് അഥവാ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ജല മാനിഫെസ്റ്റേഷൻ, മെഴുകുതിരി മാനിഫെസ്റ്റേഷൻ, ദൈനംദിന പ്രാർത്ഥനകൾ, കണ്ണാടി പ്രകടനങ്ങൾ. ആളുകൾ കണ്ണാടിയെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് പ്രപഞ്ചത്തോട് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും അവരുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് കണ്ണാടി പ്രകടനങ്ങൾ സംഭവിക്കുന്നത്. കണ്ണാടിയുടെ മുന്നിലിരിക്കുമ്പോൾ അവരുടെ ഉദ്ദേശ്യങ്ങൾ, സ്ഥിരീകരണങ്ങൾ, ഊർജം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ അവരുടെ ശ്രദ്ധ മെച്ചപ്പെടുത്താനും ലക്ഷ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും കണ്ണാടി സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരമ്പരാഗത വിശ്വാസങ്ങളും ചിന്തകളും അനുസരിച്ച് കണ്ണാടികൾ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളല്ല, മറിച്ച് ഊർജത്തിൻ്റെ കവാടങ്ങൾ കൂടിയാണ്. പല പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും കണ്ണാടി നമ്മുടെ പ്രതിച്ഛായയെയും മനുഷ്യരെ മൊത്തത്തിൽ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ഊർജത്തെയും പ്രതിഫലിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഊർജമാണ് നമ്മിലേക്ക് തിരികെ വരുന്നത്. അതിനാൽ സ്ഥിരീകരണങ്ങൾ പറയുമ്പോൾ കണ്ണാടിയിൽ സ്വയം കാണുന്നത് നിങ്ങളിലേക്ക് പ്രതിഫലിക്കുന്ന ഒരു പോസിറ്റീവ് ഊർജം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികളും പൊതുപ്രഭാഷകരും കണ്ണാടിക്ക് മുന്നിൽ അവരുടെ സംസാരം പരിശീലിക്കാൻ ശുപാർശ ചെയ്യുന്നത്. ഇത് ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുക മാത്രമല്ല, മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഊർജം നൽകുകയും ചെയ്യുന്നു. ചില വിശ്വാസങ്ങളിൽ കണ്ണാടികളെ ഊർജത്തിൻ്റെ കവാടങ്ങളാണെന്ന് പറയപ്പെടുന്നു. അവയ്ക്കൊരു നിഗൂഢ സ്പർശം നൽകുന്നു. ഊർജങ്ങളെയും പ്രതിബിംബങ്ങളെയും അവ പ്രതിഫലിപ്പിക്കുന്നു എന്ന വസ്തുത കണ്ണാടികൾക്ക് മറ്റ് ലോകങ്ങളിൽ നിന്നുള്ള മറ്റ് ഊർജങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്ന് ആളുകളെ വിശ്വസിക്കുന്നു. പ്രകടനത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഊർജങ്ങളെ ആകർഷിക്കുന്നതിനൊപ്പം കണ്ണാടികൾക്ക് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ പ്രപഞ്ചത്തിലേക്ക് തിരികെ അയക്കാനും കഴിയുമെന്നതാണ് ഇതിനർത്ഥം. കണ്ണാടിയിൽ പ്രവർത്തിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്നും ഉറപ്പാക്കുക. കണ്ണാടി എനിക്ക് കൂടുതൽ പണം വേണമെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വെറുതെ പറയരുത്, കാരണം അത് പ്രവർത്തിക്കില്ല. പകരം കണ്ണാടി കൂടുതൽ പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന ജോലികളിലേക്കോ എന്നെ അയയ്ക്കുക എന്നതുപോലെ എന്തെങ്കിലും പറയുക. ബാത്റൂമിൽ ഒരു കണ്ണാടി ഉപയോഗിച്ചോ കിടപ്പുമുറിയിലോ ഡ്രസ്സിംഗ് റൂമിലോ ഉള്ള കണ്ണാടി ഉപയോഗിച്ചോ അത് ചെയ്യാൻ കഴിയും. ചുറ്റുപാടുകൾ ശാന്തവും നിശബ്ദവുമാണെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഊർജം കണ്ണാടിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക, ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക, നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥിരീകരണങ്ങൾ പറയുക. മാനിഫെസ്റ്റേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് കണ്ണാടി ചാർജ് ചെയ്യേണ്ടതും പ്രധാനമാണ്. ഉദാഹരണത്തിന്, ചിലർ കണ്ണാടിയിൽ മുനി ഉപയോഗിച്ച് വൃത്തിയാക്കി ചാർജ് ചെയ്യുന്നു. മറ്റുള്ളവർ ഒരു ദിവസം ചന്ദ്രപ്രകാശത്തിൽ വെച്ചുകൊണ്ട് അത് പ്രകാശിപ്പിക്കും. മറ്റു ചിലർ അവരുടെ ആത്മീയ ഗുരുവുമായി കൂടിയാലോചിച്ച ശേഷം ഒരു ആചാരം നടത്തുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ദിവസം യഥാർത്ഥ പ്രകടനത്തിന് മുൻപ് ആളുകൾ കണ്ണാടിയിൽ ചാർജ് ചെയ്യുന്നു. കണ്ണാടി എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് എന്നെ ആകർഷിക്കൂ എന്ന് പറയുന്നു. തുടർന്ന് ശരിയായ ഊർജത്തെ ആകർഷിക്കാൻ അവർ കണ്ണാടിയുടെ മുന്നിൽ അത് സ്ഥിരീകരിക്കുന്നു.
ശരിയായ പാതയിലേക്ക് ആകർഷിക്കാൻ കണ്ണാടിയോട് ആവശ്യപ്പെടുന്നതിനു പകരം അവർ കണ്ണാടിയോട് കണ്ണാടി എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ സ്ഥിരീകരണ രീതി മികച്ച പ്രകടനത്തിനും സഹായിക്കുന്നു.